മാന്യമായ ഒരു ജോലി എല്ലാ മലയാളിയുടെയും സ്വപ്നം ആണ്. അതിനായി മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, തിരഞ്ഞെടുക്കുന്നത് നഴ്സിംഗ് ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാർക്ക് വൻ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് നഴ്സിംഗ് പഠിക്കാൻ മലയാളി കുട്ടികൾ കൂട്ടത്തോടെ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും പോകാൻ സന്നദ്ധരാകും. കേരളത്തിൽ പരിമിതമായ സീറ്റുകളെ നഴ്സിംഗിനുള്ളൂ. ഇവിടെയാണ് സാമ്പത്തിക കൊള്ള തുടങ്ങുന്നത്. എല്ലാ കോളേജിനും കേരളത്തിൽ ഏജൻറ്റുമാരുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ വഴിയും ഇവർ കുട്ടികളെ ചാക്കിടുക പതിവാണ്. കാശ് കിട്ടുന്നതുകൊണ്ട് എല്ലാ കോളേജും പെർഫെക്റ്റ് ആണെന്ന് ഈ ഏജൻറ്റുമാർ ധരിപ്പിക്കും. ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുത്താൽ 10,000-ന് മുകളിൽ രൂപ ഏജൻറ്റിന് കിട്ടും. എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി നേടി ജീവിതനിലവാരം ഉയർത്താം എന്ന മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആഗ്രഹത്തെയാണ് വിദ്യാഭ്യാസ മാഫിയ ചൂഷണം ചെയ്യുന്നത്. ഈ തട്ടിപ്പിൽ മുന്നിൽ നിൽക്കുന്നത് മലയാളികൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആണ്. കോവിഡിന് മുമ്പ് BSc നഴ്സിങ്ങിന് 4 ലക്ഷം രൂപ ആയിരുന്നു, അതിൽ താഴെയും ആയിരുന്നു എങ്കിൽ ഇന്ന് ഫീസായി വാങ്ങുന്നത് 10 ലക്ഷവും അതിൽ കൂടിയ തുകയുമാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യരെ പോലെയാണ് ഫീസ് വസൂലാക്കുന്നത്. അവർ പറയുന്ന സമയത്ത് ഫീസ് അടച്ചില്ലെങ്കിൽ ദിവസം 100-ഉം 200-ഉം രൂപ പിഴപ്പലിശയായി വാങ്ങുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. 3-4 പേർ കൂടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആയിരിക്കും ഇതിൻ്റെ പ്രവർത്തനം. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മനുഷ്യത്വം ഉള്ളവരെ പോലെ പെരുമാറുമെങ്കിലും പിന്നെ അതിന് വിപരീതമായാണ് ഇവരുടെ പ്രവൃത്തി. BSc നഴ്സിംഗ് കഴിഞ്ഞ് PGയും എടുത്ത് ട്യൂട്ടർ ആയി വരുന്നവർക്ക് നിസ്സാര ശമ്പളമേ ഇവർ കൊടുക്കുകയുള്ളൂ. ജീവിക്കാൻ ശമ്പളം തികയാതെ വരുമ്പോൾ ജോലി നിർത്തിപ്പോവുക പതിവാണ്. യൂണിവേഴ്സിറ്റികളിൽ നിന്നും പരിശോധകർ വരുമ്പോൾ ജോലിക്കാരുടെ എണ്ണം കാണിക്കുവാനായി വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ടുവരും. ഒരു ആവറേജിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ക്ലാസ് നടത്തിയാൽ ഏകദേശം 60 പേരുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രം 50,000-ഓളം രൂപ ഈ മാഫിയയ്ക്ക് വരുമാനം ലഭിക്കും. പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നത് ദിവസം തുച്ഛമായ ശമ്പളം മാത്രമായിരിക്കും. സ്വന്തമായി ഹോസ്പിറ്റൽ ഉണ്ടെന്ന് എല്ലാവരും പറയും, പക്ഷേ മറ്റ് ഹോസ്പിറ്റലുകളിൽ ആയിരിക്കും പരിശീലനത്തിന് പോവേണ്ടത്. അതിനൊരു തുക നമ്മളിൽ നിന്നും ഫീസായി മേടിക്കുന്ന നഴ്സിംഗ് കോളേജുകളുമുണ്ട്. പലപ്പോഴും ഹോസ്റ്റലുകളിൽ വെള്ളം കാണില്ല. ഈ കുട്ടികൾ ബക്കറ്റുമായി വഴിയെ നടന്ന് വേണം വെള്ളം സംഭരിക്കാൻ. കുട്ടികൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ വൈദ്യനിര്യാതന ബുദ്ധിയോടെ തനിച്ചാക്കി വെടക്കാക്കുന്നത് പേടിച്ച് എല്ലാം സഹിക്കുക പതിവാണ്. ഇവരുടെ ഹോസ്റ്റലുകളിൽ ഭക്ഷണം കൊടുക്കുന്നത് മനുഷ്യന് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുക്കിംഗ് ആയിരിക്കും. തട്ടിപ്പിൽ മലയാളികൾ എന്ന് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ മനുഷ്യനോട് സഹകരിക്കുന്ന സ്ഥാപനങ്ങളും ഇന്നും കർണാടകത്തിലും തമിഴ്നാട്ടിലും സ്റ്റാൻഡേർഡ് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരുടെ സ്വകാര്യ സമ്പാദ്യം ബ്ലേഡ് മാഫിയേക്കാളും നീചമായിട്ടായിരിക്കും. നഴ്സിംഗ് പഠനത്തിന് പോകുന്നവർ പാപ്പരും ഇടത്തരം താഴെയുള്ളവരുമാണ്. ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ളവരെയും സമ്പത്തുള്ളവരെയും കൊള്ളയടിക്കുന്നത് വിദേശങ്ങളിലെ പഠനാവസരത്തിൻ്റെ മറവിലാണ്. അതിനെ മറ്റൊരു ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരീക്ഷ മുഴുവനും ഒരുമിച്ച് തീർത്തില്ലെങ്കിൽ ഇവർ പറയുന്ന ദിവസം മുതൽ ക്ലാസ്സിൽ തുടരാനും ഹോസ്റ്റലുകളിൽ പ്രവേശിക്കാനും ഇവർ അനുവദിക്കില്ല. ലീവ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവരുടെ തിട്ടൂരത്തിൻ്റെ ഡേറ്റെങ്കിൽ 1,500 കിലോമീറ്റർ യാത്ര ചെയ്തു വരുന്ന പെൺകുട്ടികളെ പോലും ഹോസ്റ്റലിൽ പ്രവേശിപ്പിക്കാതെ ഇവർ വീട്ടിൽ തിരിച്ചുവിടുക പതിവാണ്. കുട്ടികൾ ഫീസ് കുടിശ്ശിക വരുന്ന കുട്ടികളെ ഹോസ്പിറ്റലിൽ കയറ്റാതെ വീട്ടിൽ തിരിച്ചുവിടുന്ന സ്ഥാപനങ്ങളിൽ മലയാളികളാണ് മൊത്തം സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഈ മാഫിയക്കറിയാം എങ്ങനെയെങ്കിലും മലയാളികൾ കാശുണ്ടാക്കിക്കൊണ്ട് വരുമെന്ന്. എന്നാൽ കന്നഡക്കാർ മലയാളികളെപ്പോലെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതിനാൽ അവിടുത്തെ കന്നഡ മാനേജ്മെൻറ്റ് മലയാളി കുട്ടികളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ മലയാളി മാനേജ്മെൻറ്റും കുട്ടികളും ഫീസിൻ്റെ കാര്യത്തിൽ അല്പസ്വല്പം വിട്ടുവീഴ്ചയും
അവധിയുമെല്ലാം കൊടുത്ത് സഹകരിക്കുന്നത് ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുള്ളതുകൊണ്ടാണ്. എന്നാൽ കർണാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണം ഉണ്ടാക്കാൻ നല്ല വിളനിലമാണെന്ന് വിദ്യാഭ്യാസ മാഫിയ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വരുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ ഉള്ള കാശ് മുഴുവനും കൊടുത്തിട്ട് പാപ്പരായാണ് ഇവരുടെ തിരിച്ചുവരവ്. ഒരു നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിങ്ങിന് ഒരു ക്ലാസ്സിൽ 60 പേര് വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ 4 ഇയറിൽ ഏകദേശം 240 പേര് വരും. 5 കോടിയിൽ പരം രൂപ ഒരു വർഷം ഫീസ് കളക്ഷനും കിട്ടും. ഇവർക്ക് 1 കോടി രൂപ പോലും ഒരു വർഷം ചിലവ് വരില്ല. വേറെ എന്ത് പരിപാടിക്ക് പോയാൽ ഇത്രയും ലാഭം കിട്ടില്ല. കേരളത്തിൽ 100 കണക്കിന് നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് ആലോചിക്കേണ്ടതാണ്. ഈ കൊള്ള അവസാനിപ്പിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായുകയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും